പോകുന്നൊരു സാധനമല്ല ഇത്. നമുക്ക് എത്രത്തോളം കാണാം. ഹായ്, നമസ്കാരം. ഇതാണ് എയർ പ്രൂണിങ് പോട്ട് എന്ന് പറയുന്നത്. ഇത് എയർ പ്രൂണിങ് പോട്ട് അല്ലെങ്കിൽ എയർപോർട്ട് എന്ന് പറയും. സാധാരണ ആൾക്കാർ എയർപോർട്ട് എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് ചെടികൾ വളരാനായിട്ട് ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കുന്ന ഒരു പോട്ടാണ്. ഇതെന്തുകൊണ്ടാണ് എയർപോർട്ട് എന്ന് പറയുക, ഇതിൽ ധാരാളം ഹോളുകളുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ ധാരാളം ഹോളുകളുണ്ട്. ഇതേപോലെ ഈവനായിട്ടുള്ള ഹോളുകളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ചെടിക്ക് ധാരാളം ഓക്സിജൻ, ചെടിയുടെ വേരിൽ ധാരാളം ഓക്സിജൻ ഇതിനകത്ത് കിട്ടും. ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചെടി നല്ല കരുത്തോടു കൂടി ഇതിനകത്ത് വളർന്നു വരുന്നത്. നമുക്ക് വേരുകളെല്ലാം തന്നെ ഈ ഹോളിന്റെ ഈ അറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. ഒരിക്കലും ഇതിന്റെ ഹോളിന്റെ അകത്ത് പുറത്തേക്ക് വരത്തില്ല. അപ്പൊ ഇവിടുന്ന് നല്ല ഓക്സിജൻ കിട്ടുന്ന കാരണം ഇവിടെ വന്ന് ചെടിയുടെ വേരിങ്ങനെ നിൽക്കും, പുറത്തേക്ക് വരത്തില്ല. അപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വളരെ നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോട്ട് കൂടിയാണിത്. കാരണം ഇതുപോലത്തെ ഷീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലത്തെ ഷീറ്റായിട്ടാണ്. ഇതൊരു 3 പീസാണ്. ഇത് അതിന്റെ ബേസാണ്. ഈ ബേസ് നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ബേസ് നമുക്ക് കാണാം. ഇതേപോലത്തെ ബേസ് ഉണ്ട്. പിന്നെ ഇതിനെ ഫിറ്റ് ചെയ്യുന്നത് സ്ക്രൂ ഉപയോഗിച്ചാണ്. ഇതേപോലത്തെ സ്ക്രൂ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഷീറ്റ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ എയർ പാസ് ചെയ്യുന്ന ഇതുപോലത്തെ ഈ എയർ കട്ടിങ് ഉള്ളത് പുറത്ത് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഇതിന് ഈ ഹോളുള്ള സ്ഥലം ഇവിടം വരെയാണ്. ഇതിന് ശേഷം ഹോളില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ ബേസ് എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് ഈ ഹോള് തീരുന്നതിൻ്റെ ജസ്റ്റ് താഴെ വെച്ച് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ നമുക്ക് മടക്കി വെക്കാം. ഇത് ഈ സൈഡിൽ ഇങ്ങനെ മടക്കുക. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഏകദേശം പോട്ടായി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഇതാണ് നമ്മുടെ സ്ക്രൂ എടുക്കുക. ജസ്റ്റ് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇതിൻ്റെ ബേസ് സെറ്റായിട്ട് കഴിഞ്ഞു. വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. അടുത്തത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ സാധനം വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ സെൻറ്ററോടുകൂടി ഇത് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക. വളരെ നിഷ്പ്രയാസം. നമ്മൾ ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഒരു വേര് പോലും പൊട്ടാതെ ഒരു ചെടിയെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും. അത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വേറെ നമ്മൾ സാധാരണയുള്ള പോട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളത് ചെടി ചട്ടികൾ പൊട്ടിച്ചെടുക്കണം. പ്ലാസ്റ്റിക് നമ്മൾ ചട്ടികൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ആ ചട്ടികൾ ശ്രമിച്ചാൽ അത് പൊട്ടിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഈ സാധനത്തിന് എടുത്ത് മാറ്റാൻ പറ്റുന്നത്. പക്ഷെ ഇതേപോലൊരു സാധനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം ഈ സാധനം വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. ഇത് 50 ലിറ്ററിൻ്റെ ആണ് ഇത് വരുന്നത്. പല അളവിൽ കിട്ടുന്നുണ്ട്. 50 ലിറ്ററിൻ്റെ ഏകദേശം 350 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണ് ഇത്. ഇന്ത്യയിൽ ഇതിന് മാനുഫാക്ചറിങ് ഇല്ല. ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ല. ഇതൊരു ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണ്, പേറ്റന്റഡ് ആണ്. സ്കോട്ടിഷ് പ്രോഡക്റ്റ് ആണ്. ഒരു സ്കോട്ടിഷ് ആയിട്ടുള്ള ഒരു ആളാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പേരിലാണ് പേറ്റൻസി ഉള്ളത്. അപ്പോൾ ഇത് നിലവിൽ നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ അടുത്ത മാസം തൊട്ട് ഇത് വലിയ അളവിൽ ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ലഭ്യമാകുന്നതാണ്. ഇപ്പൊ നിലവിൽ ഇത് ചേർത്തലയിലാണ് ഈ സാധനം ലഭ്യമായിട്ടുള്ളത്. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇനിയിപ്പോ ഒരു ഏരിയയിലുള്ള സപ്പോസ് ഒരു ഏരിയയിലുള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ച് നമുക്ക് അവര് കമ്പൈൻ ചെയ്തിട്ട് ഒരു 10 പീസിന്റെ 20 പീസിന്റെ ഓർഡർ തന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ സപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക്. പിന്നെ ഒരു ഗുണം വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ്. നമ്മുടെ ഡെയിലി ഉള്ള വേസ്റ്റ് ഇതിനകത്ത് ഇടുക. അന്നുള്ള ആ ഇനോക്കുലം അതിന്റെ പുറത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഫീൽ ഇല്ലാതെ നമുക്ക് വീട്ടിലെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഏറ്റവും മികച്ച സാധനം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ എയർപോർട്ടിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്.
കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം.